യെസ്, കേരളത്തിൽ 80% റോഡിൻ്റെ ബ്ലോക്ക് കുറയ്ക്കാനുള്ള വഴിയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, കേരളത്തിലെ എല്ലാ ഹൈവേയിലും ഉള്ള റോഡിൻ്റെ സൈഡിലാണ് ഷോപ്പുകളെല്ലാം. ഇവിടുത്തെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് റോഡിൽ നിന്ന് 5 മീറ്റർ നീക്കിയിട്ട് പണിയണം. എല്ലാ കാറും ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് എടുക്കുമ്പോൾ റോഡിൻ്റെ പകുതിയോളം വരുമ്പോൾ റോഡ് ഇങ്ങനെ ബ്ലോക്കായി പോവാണ്. നമ്മളെ ഈ റോഡിന് കണ്ട ഇതിങ്ങനെ ഇങ്ങനെ റിവേഴ്സ് വരും. മൊത്തത്തിൽ റിവേഴ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ട വണ്ടി റിവേഴ്സ് വരുന്ന സമയത്ത് കണ്ട ഈ വണ്ടിയുടെ കണ്ട നോക്കി, ഇവിടെ നമുക്ക് വളഞ്ഞു വരുമ്പോൾ കണ്ട റോഡ് ബ്ലോക്ക് കണ്ട. ഈ വണ്ടി റോഡിൻ്റെ എത്ര ശതമാനം? 50% ഈ വണ്ടി റോഡിലേക്ക് കയറി വരാണ്. 50% റോഡിൽ കണ്ട. അപ്പോൾ ഈ വണ്ടി ബ്ലോക്ക് ആവാണ്. മനസ്സിലായില്ലേ? ഈ വണ്ടി നമ്മൾ തിരിഞ്ഞു പോവാണ്. കണ്ട ഇത്ര ശതമാനം കയറി വന്നിട്ട് ഒരാൾ ഓടിക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ 50% വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലോക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങി വരുന്ന ഈ ഒരു മതിലുണ്ടല്ലോ, ഈ മതിൽ തീരെ വരെ ഈ വണ്ടി ഇറക്കിയാലല്ലേ അവിടുത്തെ വണ്ടി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ മതിൽ നിൽക്കണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പുറത്തൊരു മതിലുണ്ട്, ഈ മതിൽ 2 സ്ഥലത്തും മതിലുണ്ട്. ഈ മതിൽ കഴിഞ്ഞ് ഈ വണ്ടി ഏകദേശം ആ റോഡിൻ്റെ അവിടെ എത്തിയാലാണ് ഇവിടെ ക്ലിയറൻസ് കിട്ടുള്ളൂ. അങ്ങനെ വരാണെങ്കിൽ പിന്നെ എങ്ങനെ അപകടം ഒഴിവാവണേ? സാധാരണ ഉണ്ടല്ലോ, വികസിത രാജ്യങ്ങളൊക്കെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലല്ല പാർക്കിംഗ്, ബിൽഡിങ്ങിൻ്റെ ബാക്കിലെ പാർക്കിംഗ്. അപ്പോൾ ഇന്ന് പോലെ കയറിയിട്ട് ഔട്ട് പോലെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ഫ്രണ്ടിൽ കൂടെ കയറി നമ്മൾ തിരിച്ചു വരുന്ന ഫ്രണ്ടിൽ കൂടെ റിവേഴ്സ് വരരുത്. റിവേഴ്സ് വരുമ്പോഴാണ് റോഡുകൾക്ക് ബ്ലോക്ക് ഉണ്ടാവണേ. റിവേഴ്സ് വരുമ്പോൾ വണ്ടി അത്ര തന്നെ റോഡിൻ്റെ, അതായത് റോഡിൻ്റെ പകുതി ഭാഗമെങ്കിലും നമ്മൾ കയറിയതിന് ശേഷം മാത്രമാണ് വണ്ടി തിരിക്കുള്ളൂ. അപ്പോൾ റോഡ് ബ്ലോക്കാവും. അങ്ങനെ എല്ലാ ഷോപ്പുകാരും ഇങ്ങനെ വണ്ടി റിവേഴ്സ് വരുമ്പോൾ ഇത് എങ്ങനെ അവസാനം ഉണ്ടാവണേ? റോഡ് ബ്ലോക്ക് തീർന്നിട്ട് നമുക്ക് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്നും ഔട്ട് മെത്തേഡിലേക്ക് നമ്മൾ മാറണം. ഇതിവിടെ ഉണ്ടായി, ഞാൻ പറഞ്ഞ റൂളല്ല, ഇൻ്റർനാഷണൽ. ചൈനയിലുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ചൈനയിലൊക്കെ എല്ലാവരും, ദുബായിൽ, മറ്റു രാജ്യങ്ങളിൽ ഇവിടുത്തെ ജീപ്പ് ഷോറൂമുകൾ, ഇവിടുത്തെ വലിയ ബെൻസിൻ്റെ BMW കാർ ഷോറൂമുകളെല്ലാം ഫ്രണ്ടിൽ ഗ്രില്ല് വെച്ച് ഇന്നും ഔട്ടോ പോലെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ മെത്തേഡിലേക്ക് മാറിയാൽ മാത്രമാണ് കേരളത്തിൽ 80% ബ്ലോക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിച്ചോ, ഇന്നായിട്ട് അകത്തേക്ക് കയറി പോകണം. ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് പാർക്കിംഗ് വരേണ്ടത്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മുടെ കാറ് ഈ റോഡിൽ വരുമ്പോൾ നമുക്ക് ക്ലിയറൻസ് കിട്ടി. നമുക്ക് ആ വൈറ്റ് ലൈൻ കടന്നു പോകണ്ട. ആ വൈറ്റ് ലൈൻ കടന്നു പോകുന്നേക്കാളും മുമ്പ് നമുക്ക് ക്ലിയറൻസ് കിട്ടാണ്, വണ്ടി ഉണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ. പൂർണ്ണമായിട്ട് ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ കിടന്നു പോകാം. മനസ്സിലായില്ലേ? നമുക്ക് കേട്ടോ ബ്ലോക്കില്ലാതെ ക്ലിയറൻസ് കിട്ടിയിട്ട് നമുക്ക് കടന്നു പോകാം. മറ്റത് അങ്ങനെയല്ല, റിവേഴ്സ് വരാണെങ്കിൽ റോഡിൻ്റെ പകുതി എടുക്കും. റിവേഴ്സ് സിസ്റ്റം നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. പഴയ ബിൽഡിംഗുകാർക്ക് വേണ്ടിയല്ല, പുതിയ ബിൽഡിംഗ് പണിയുന്നവർക്ക് ബിൽഡിംഗ് റൂൾസിൽ ഇത് മാറ്റം വരുത്തുക. ഫ്രണ്ടിൽ ഗ്രില്ല് കൊടുക്കുക, ഇന്നും ഔട്ട് ചെയ്യുക, ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ മാക്സിമം പാർക്കിംഗ് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അപകടത്തിന് വളരെയധികം പരിഹാരം കേരളത്തിലുണ്ടാവും. 80% അപകടം മാത്രമല്ല ബ്ലോക്ക് മാറാൻ ഈ പ്രക്രിയയോടെ ചെയ്യാം. അല്ലാതെ റിവേഴ്സ് വന്നാൽ റോഡിൻ്റെ പകുതി വരാതെ ആർക്കും ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അപകടം വിളിച്ചു വരുത്തും. അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാനുള്ള രീതിയിലേക്ക് മാറ്റണം. ഇന്നും ഔട്ട് സിസ്റ്റം, ഇന്ന് കയറാം, ഔട്ട് പുറത്തു കൂടെ വരാം. ഒരേ വഴിയിലാണെങ്കിലും കുഴപ്പമില്ല, ഇന്നും ഔട്ട് ഒരേപോലെ ആക്കാം, തിരിച്ചിറങ്ങി വരാനുള്ള. അങ്ങനെ ആക്കിയാൽ ഞാൻ പറയുന്നു കേരളത്തിലെ 80% ബ്ലോക്ക് കുറയും. ഇവിടെ റോട്ടിലാണ് എല്ലാ ഷോപ്പുകാരും. മനുഷ്യൻ്റെ ജീവൻ്റെ വില നമ്മൾ ശരിക്കും തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഈ റൂളുകളിൽ ചേഞ്ച് വരണം. വികസിത രാജ്യക്കാർ ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ കണ്ടെത്തി മാറിയിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ജീവന് വലിയ വില കൊടുക്കേണ്ടി വരും.